കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കുറച്ച് നാളുകളായി റോയ്ക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാവുകയാണ്. ആരാണ് അയാൾ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ട് ഉയരുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഇന്റർനെറ്റ് കോളിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ അന്വേഷണം മുഴുവൻ നടക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ്, സ്വയം വെടിവെച്ച് മരിക്കുന്നതിന് മുമ്പ് ഇയാൾ ഒട്ടേറെ ഇന്റർനെറ്റ് കോളുകൾ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാണ് അയാൾ? ഈ ഇന്റർനെറ്റ് കോള് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഒരു അജ്ഞാതനുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിഷയത്തിൽ. അപ്പോൾ നമ്പൂതിരിയെ പറ്റിച്ച ഈ CJ റോയ് ഒരു വമ്പിച്ച തരികിടയാണോ? രാജ്യവിരുദ്ധ ശക്തികളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഓപ്ഷനുണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്ന്, അന്തർദേശീയ കള്ളക്കടത്ത് സംഘങ്ങൾ ഈ കള്ളക്കടത്ത് തൊഴിലുമായിട്ട് മുമ്പോട്ട് പോകും. രണ്ട്, ഈ കള്ളക്കടത്തിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അത് മറ്റ് ആയുധം മേടിക്കാനായിട്ട് ആർക്ക് കൊടുക്കും? തീവ്രവാദികൾക്ക് കൊടുക്കും. റോയിയുടെ റോൾ ഇവിടെ എന്താണെന്ന് അറിയണമെങ്കിൽ താങ്കൾ ഇൻ്റർനെറ്റ് കോളിനെ പറ്റി പറഞ്ഞു. ഇൻ്റർനാഷണൽ കോളാണ്. ലോകത്ത് എവിടെ നിന്ന് വായിക്കും വേണമെങ്കിൽ അപ്ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കതിനെപ്പറ്റി അറിയാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ നമുക്കിത് സംശയത്തിൽ നിർത്തുമ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ കൊല്ലേണ്ട ആവശ്യം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മരിക്കേണ്ട ആവശ്യം, രണ്ടാവശ്യമുണ്ടോ? നീ കൊന്നു കാണണം അല്ലെങ്കിൽ മരിക്കണം. ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന മൂന്നാമതൊരു കാര്യം ഇവിടെ ഇങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനത്തെ വീട്ടുകാർക്കോ അടുത്ത സുഹൃത്തുക്കോ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ മറ്റ് ബിസിനസ് പങ്കാളികൾക്കോ അറിയാമായിരുന്നോ? അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഇയാൾ ഇടപെട്ടിട്ടുണ്ടോ? ഇയാൾ ഫോളോ ചെയ്യുന്ന പിരമിഡ് ഫിനാൻസാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞോ? ഇല്ലല്ലോ, ഇല്ല. പിരമിഡ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ താങ്കളൊരു വ്യവസായത്തിനോ എന്തിനെങ്കിലും വേണ്ടി പൈസ അക്കുമുലേറ്റ് ചെയ്യുന്നു. നമ്മൾ ചുറ്റുവട്ടത്തിരിക്കുന്ന പരിചയക്കാരുടെ സ്വന്തക്കാരോടൊക്കെ മേടിക്കുന്നു. പ്രശ്നോടന്മാരൊക്കെ കൂട്ടുന്ന ഇഷ്ടം പോലെ നമുക്ക് കിട്ടും പൈസ. അപ്പോൾ അങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ നല്ല ഹൈ റിട്ടേൺ അവർക്ക് ഓഫർ ചെയ്യുന്നത്. നമ്മൾ മേടിച്ച പൈസ കൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്താലും ഇത്ര റിട്ടേൺ കൊടുക്കാൻ പറ്റിയല്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവർക്ക് റിട്ടേൺ കൊടുത്തില്ല, അപ്പോൾ തന്നെ നമ്മളെ പിടിക്കും. അതിന് എളുപ്പമാർഗം ഫ്രഷായിട്ട് വരുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഈ റിട്ടേൺ കൊടുക്കാനുള്ള പൈസ എടുത്ത് മാറ്റും. അത് ഈ ഡെപ്പോസിറ്റ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നം ഉണ്ടാകുകയില്ല. അത് കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു വരും. റോയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇയാളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇയാൾക്ക് ചെറിയ 1000 കോടി 2000 കോടി അങ്ങനെ ഇഷ്ടം പോലെ വരണം. ഈ ഇന്റർനെറ്റ് കോളിന് പിന്നിലിരിക്കുന്ന ആ മറഞ്ഞ മുഖം അതാരാണ്? അതാണ് ഈ ഇൻവെസ്റ്റർ ആയിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇൻവെസ്റ്റർക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന സ്റ്റേജ് വരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഈ ഇന്റർനെറ്റ് കോൾ എന്തിനു ചെയ്യുന്നു? അല്ല, ഇന്റർനെറ്റ് കോളിന്റെ ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ഫ്രോഡ് പരിപാടികൾ, ഇപ്പൊ നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഈ മണി സ്കാമും ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഇന്റർനെറ്റ് പ്രധാനമന്ത്രിയാണ് സംഭവിക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ അസാസിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വരുന്നു. അപ്പൊ അത് ഇന്റർനെറ്റ് കോൾ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇന്റർനെറ്റ് കോളുമായിട്ട്, ഈ ദുരൂഹതയുള്ള ഒരു ഇന്റർനെറ്റ് കോള് എന്തിന് റോയ് ചെയ്യുന്നു? CJ റോയ് എന്തിനാണ് അത് ചെയ്യുന്നത്? CJ റോയ് ചെയ്യുന്നത് SOS, സേവ് അവർ സോൾസ്. ഞാൻ അപകടത്തിലാണ്, ഞാൻ ഇവരുടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പിടിയിലാണ്, അല്ല റോയുടെ പിടിയിലാണ്, അല്ല UAE അധികാരികളുടെ പിടിയിലാണ്, എന്നെ രക്ഷപ്പെടുത്തണം. പറഞ്ഞ് മനസ്സിലാകും. എന്നെ വിജയ് മല്യ അതുപോലുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയാൽ എന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം ആര്? ഇയാളുടെ വെല്ലുവിളിയോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം. അതിനകത്ത് ഞാൻ ഒറ്റ ഉത്തരവാദിത്വം. അതായത് സാറ് പറഞ്ഞു വരുന്നത് റോയ് ഒരു ചെറിയ പുള്ളിയാണ്. റോയ് അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോയ് ഒരു ചെറിയ പുള്ളിയാണ്. റോയ് ചെറിയ പുള്ളിയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം അപ്പൊ ശരിയായി വരിക. നമ്മളാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. അപ്പൊ റോയ്, അതായത് റോയ് ഒരു വലിയ ചങ്ങലയുടെ ഭാഗമാണ്. ചെറിയ കണ്ണി, ചങ്ങലയുടെ ചെറിയ കണ്ണി. അപ്പൊ ഈ റോയ്ക്ക് ഇവിടുന്ന് SOS റോയി അങ്ങോട്ട് ചെയ്യണമെങ്കിൽ ഒരു പാനിക്ക് നമ്മളെ ഉടനെ പറയുക, രക്ഷപ്പെടുത്തണം, തീ പിടിച്ചാൽ 101 വിളിച്ചിട്ട് വീടിൻ്റെ മറ്റേ ഭാഗം കത്തിയിരിക്കുന്നു, ഓടി പറയും. ഫയർഫോഴ്സിനെ വിളിക്കുന്ന അതേ ഗൗരവത്തിലായിരിക്കും ചിലപ്പം. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കോൾ ഓപ്റ്റ് ചെയ്യില്ല. മാത്രമല്ല മറ്റ് സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ്റെ മറ്റ് സാധാരണ നോർമൽ കോഴ്സ് ഓപ്റ്റ് ചെയ്യാതെ ഇൻ്റർനെറ്റ് കോളിലേക്ക് പോയതിൻ്റെ കാര്യം വിളിച്ചവൻ്റെയും കിട്ടുന്നവൻ്റെയും ഐഡൻറ്റിറ്റി അറിയരുത്. ഞാൻ ആരെയും വിളിച്ചെന്നുള്ള വിവരം അറിയാൻ പാടില്ല എന്നും റോയ്ക്ക് നിർത്തും. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് സംതിങ് സീരിയസ്, വെരി സീരിയസ്. അതുകൊണ്ടാണ് റോയ് എന്നെ രക്ഷിക്കണം, ഞാനിവിടെ പെട്ടുപോയി,
എൻ്റെ ചുറ്റും വളഞ്ഞിരിക്കുന്നു. നമ്മൾ വിചാരിച്ച ഒരാളല്ല റോയ്. റോയ് അല്ല. അപ്പോൾ എന്നെ വളഞ്ഞിരിക്കുന്നു. എന്നെ യു എയിൽ നിന്നുള്ള ഇൻ്റലിജൻസുകാരും വളഞ്ഞിരിക്കുന്നു. പുറകെ ഇന്ത്യൻ ഇൻ്റലിജൻസ്, ഇന്ത്യയിലെ തുടങ്ങിയ ഇൻ്റലിജൻസ് ഏജൻസികളും എന്നെ വളഞ്ഞിരിക്കുന്നു. ഞാൻ പിടിക്കപ്പെടും. പിടിക്കപ്പെട്ടാൽ പിന്നെ എല്ലാം തീർന്നു. നിങ്ങളുടെ കാര്യം എനിക്ക് പറയേണ്ടി വരും. അത് മനസ്സിലായോ? റോയ് വിളിച്ചിരിക്കാൻ സാധ്യത. നിങ്ങളുടെ കാര്യവും എനിക്ക് പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ സ്വയം ഇല്ലാതാകും എന്നാ റോയ് അല്ല പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ നീ അങ്ങ് തന്നെത്താൻ അവസാനിച്ചോളാൻ അവരായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതാണ് പോയിന്റ്. ഇതൊന്നും, ഈ മെസ്സേജ് മുഴുവൻ സ്വയം ഇല്ലാതാകണം, സ്വയം വെടിവെച്ചില്ലാതാകണം, അതിന് ഏത് ഗൺ ഉപയോഗിക്കണം, എവിടെ ഏത് ലൊക്കേഷനിൽ നിന്ന് അത് ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശം കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നു. ആരാണ് അയാൾ? അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതാരും ആവാം. പൊളിറ്റിക്കൽ പവറും ഫിനാൻഷ്യൽ പവറും അധോലോക ബന്ധങ്ങളുമുള്ള ഒരു പവർ, ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്യുന്ന പവർ. ഇപ്പം നമുക്ക് ഇവിടെ അടുത്ത അറിയാവുന്ന ദാവൂദ് ഇബ്രാഹിമിനെയാണ്. ദാവൂദ് ഇബ്രാഹിം ഇപ്പം ആരോഗ്യം മേലാതെ അയക്ക് അത്ര ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. മറ്റാരും സബ്സ്റ്റിറ്റ്യൂട്ടോട് വന്ന് കാണും. ഇത് ഈ കൊലപാതകം റോയിയെ ഇല്ലാതാക്കണം. നമ്മൾ ഇന്നലെ പിന്നെ പറഞ്ഞു, റോയി യഥാർത്ഥത്തിൽ വെറും കളിപ്പാവ് മാത്രമായിരുന്നു. അതാണ് വെറും അയാൾക്ക് അതിനെ അറിയത്തില്ല അയാൾക്ക് എന്തുമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നോ. അതായത് ഒരാൾ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു വെറും ഒരു കളിപ്പാവ മാത്രമായിരുന്നു. അതായത് ബ്രെയിൻ വേറൊരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കുകയാണ്. ആ ബ്രെയിൻ നിർദ്ദേശിക്കും, ഇന്നത് ചെയ്യൂ, മറ്റേത് ചെയ്യൂ, മറിച്ചത് ചെയ്യൂ. അതിനനുസരിച്ചിട്ട് റോയ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേ ബ്രെയിൻ തന്നെ റോയിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണോ സാർ പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു വരുന്നത്. ഓട്ടോ ഹിപ്നോട്ടിക്സ് എന്ന് പറയുന്ന പോലെ, അല്ലെ ടെലിപ്പതിക് സജഷനുണ്ട്. ടെലിപ്പതിക് ആ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളുടെ മനസ്സിനെ സ്വാധീനിക്കാം, അതിനെ പേടിപ്പിച്ച് സ്വാധീനിക്കാം പലതരത്തിൽ. അപ്പം നമുക്കറിയത്തില്ല, ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇയാളെ എന്തെല്ലാം വീക്ക് പോയിന്റ് ഉണ്ടെന്ന് ആർക്കറിയാം? ഇയാളെ ഭാര്യയ്ക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ അയാൾക്കറിയാം. അയാൾ ഇത്രയും കാശും കൊടുത്ത് അല്ല ഇന്ന അപകടകരമായ ഒരു ജോലി ദൗത്യം ഏൽപ്പിച്ചിട്ട് റോയിയെ വാച്ച് ചെയ്യാതെ വെരിഫൈ ചെയ്യാതെ വെറുതെ വിടിയല്ല. മനസ്സിലായോ? റോയിയെ നിരന്തരം അവർ വാച്ച് ചെയ്യാറുണ്ട്. റോയിക്ക് എവിടെയെങ്കിലും ഒരു സൈഡ് സ്റ്റെപ്പ് ചെയ്ത് മറ്റവനെ ഒന്ന് പറ്റിച്ചിട്ട് പോയേക്കാവുന്നൊരു ചിന്ത റോയിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഈ അപകടമുണ്ട്. ഇവിടെയാണ് ഈ പറ്റിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ വേറൊരു സാധനം കൂടി ഇതിൽ ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യാതെ റോയിയുടെ വിഷയം നമുക്കൊരിക്കലും പൂർണ്ണമാകില്ല. അത് എന്ന് പറയുന്നത് കൃഷ്ണൻ നമ്പൂതിരിയെ പറ്റിച്ചുകൊണ്ടാണ് റോയ് തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കിയത് എന്നതാണ്. അപ്പൊ കൃഷ്ണൻ നമ്പൂതിരിയെ പറ്റിച്ചെങ്കിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ ആ ഒരു കുറ്റബോധം റോയിയെ നിരന്തരമായിട്ട് വേട്ടയാടുന്നുണ്ടായിരുന്നു. അത് ഒരു കാരണമാകാവുന്നേ ഉള്ളൂ, ഒരു കാരണമല്ല, ഒരു കാരണം മാത്രമല്ല. കൃഷ്ണൻ നമ്പൂതിരിയെ പറ്റിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പറയാം, ഈ എന്നാ ബ്രഹ്മഹത്യാ പാവം, അല്ലെ ബ്രഹ്മഹത്യാ പാവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാവം എന്നാണ് പഴയകാല അന്ധവിശ്വാസികളായ അല്ലെ യാഥാസ്ഥിതിക ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ നമ്പൂതിരിയെ അപായപ്പെടുത്തുകയോ കൃഷ്ണൻ നമ്പൂതിരിയെ നശിപ്പിക്കുകയോ സ്വത്ത് തട്ടിയെടുത്ത് നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാവഭാരത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇയാളോട് പലരും ഓർമ്മിപ്പിച്ച് കാണും. ഒരു സൈക്കോളജിക്കൽ ടോർച്ചർ, മെൻ്റൽ ടോർച്ചർ ഇയാൾ അനുഭവിച്ച് കാണും. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഇങ്ങനെ ഒരു നമ്പൂതിരിയെ കൊന്നു. ഇവിടെ ഇപ്പം നമ്മുടെ കിളിരൂരിലൊക്കെ നമ്പൂരിമാരെ കൊന്നിട്ട്, തിരുവല്ലയിലെ നമ്പൂരിയെ കൊന്നിട്ടൊന്നും വളരെ സുഖമായിട്ട് എംഎൽഎമാരും മന്ത്രിമാരും ഒക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ. ഇപ്പം അരിയാഹാരം കഴിക്കുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റിന് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സാമ്രാജ്യത്തിന് ഉടമയായിട്ട് കോൺഫിഡന്റ് റോയ് മാറിയിട്ടുണ്ടെങ്കിൽ ഈ സീറോ ഡെറ്റ് എന്ന് പറയുന്ന അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നിട്ട് പറയുന്ന കാര്യമാണ്, ഞാൻ ആരെടുത്തും അയാളുടെ പഞ്ച് ലൈൻ, അതായിരുന്നു അയാളുടെ പഞ്ച് ലൈൻ. അതൊരു വെറും തട്ടിപ്പ് ഉടായിപ്പ് പഞ്ച് ലൈൻ ആയിരുന്നു എന്ന് ഇപ്പം ജനങ്ങൾ തിരിച്ചറിയുന്നു. അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ നമ്മളൊക്കെ ഈ വേഷത്തിലോ അല്ലെങ്കിൽ ഒരു സൈക്കിളിലോ ഓട്ടോറിക്ഷയിലോ ഒരു 10,000 രൂപ 50,000 രൂപ 1,00,000 രൂപ ചോദിക്കാൻ ഒരാളുടെ വായ്പ എടുക്കാൻ പോകുന്നു എന്ന് വിചാരിക്കാം. വലിയ പരിചയമൊന്നുമില്ല, എന്നാൽ പരിചയമുണ്ട്, അത്രയേ ഉള്ളൂ. മറിച്ച് നിങ്ങൾ തുടർച്ചയായിട്ട് ബെൻസ് കാറിലോ അല്ലെങ്കിൽ അതുപോലുള്ള കാറിലോ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു, 5 സ്റ്റാർ ബാറിൽ കയറുന്നു, കമ്പനിയൊക്കെ ആയിട്ട് കയറുന്നു. അങ്ങനെ നമ്മൾ ഹൈ ഫ്ലൈ ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 1,00,000 ചോദിച്ചാൽ വലിയ മടി കൂടാതെ, ഒന്നല്ല എത്ര ചോദിച്ചാലും നമ്മളുടെ ആ രീതിയിലാണ് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ വി ആർ റിച്ച്, ഈ പൈസ തിരിച്ചു തരാൻ പറ്റും, പുല്ലുപോലെ നിങ്ങൾക്ക് പൈസ തരും. നോക്കൂ, നമ്മളെ പ്രധാന മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു ഈ കൃഷ്ണൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഒരു പ്രൊജക്ട് മാനേജറായി കയറിയതിന് ശേഷം ഇയാൾ കാണിച്ചിട്ടുള്ള പരിപാടികൾ. അതായത് ഈ കൃഷ്ണൻ നമ്പൂതിരിയുടെ പക്കലുള്ള ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പക്കലുള്ള പല സ്വത്തുകളും തൻ്റെ പേരിൽ ഏതാണ്ട്
70% വരുന്ന സ്വത്തുകളും ഇദ്ദേഹത്തിന്റെ പേരിലാക്കി മാറ്റിയതിനു ശേഷമാണ് ഈ കോൺഫിഡന്റ് എന്ന് പറയുന്ന, ഈ കോൺഫിഡന്റും ക്രിസ്റ്റലും പേര് തമ്മിൽ വലിയ സാമ്യതയുണ്ട് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. തുടങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ ഇതിലൊരു ഒരു ഇന്റർവ്യൂകളിലും, അതായത് റോയ് പല ഇന്റർവ്യൂകൾ നടത്തിയിട്ടുണ്ട്. ഈ ഇന്റർവ്യൂകളിലൊക്കെ അദ്ദേഹം HP വർക്ക് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അതെ ഈ ക്രിസ്റ്റലിനെ കുറിച്ച് അദ്ദേഹം അധികം പരാമർശിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? കാരണം ആ കുറ്റബോധം വേറൊന്നുമില്ല. ഇയാളെ അടുത്തറിയാവുന്ന പലർക്കും അറിയാം അവരുടെ കാശുകൊണ്ട് അവൻ ജെളിഞ്ഞ് നടക്കണമെന്ന്, അതും അറിയാമായിരിക്കുമല്ലോ. ഇത് രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളവരെല്ലാവർക്കും അറിയാം. വിജയമല്ലേ ഇന്ത്യ പല ബാങ്കുകളും കളിപ്പിച്ചെന്നുള്ളവരെല്ലാവർക്കും അറിയില്ലേ. അതുപോലെ ഇയാൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കളിപ്പിച്ചിട്ടല്ല, കൃഷ്ണൻ നമ്പൂരിയെ കളിപ്പിച്ചിട്ടാണ് ഈ രീതിയിലേക്ക് ധനവാനായത് എന്നുള്ളവരും ഇയാളുടെ അടുത്ത ബന്ധുക്കൾക്കും എല്ലാവർക്കും അറിയാം. അവർ വേണം ഇയാളുടെ മേൽ പ്രഷർ ചെലുത്തി കാണും. അല്ലെങ്കിലും ഇയാളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ഇയാളൊരു ഇന്നസെൻ്റ് മനുഷ്യനാണെങ്കിൽ ഇയാൾ അതുപോലെ വേറൊരാളെ പറ്റിച്ചിട്ടുണ്ടാവും. ആ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോൾ ഇയാളെ തട്ടിക്കഴിഞ്ഞാൽ പുറത്ത് വരികയില്ലെന്ന് മറ്റോ വിചാരിച്ചാണ്. ഇത് പറ്റിക്കലിന്റെ ഒരു വലിയ വെബാണ് ഇന്റർനാഷണൽ പാർട്ടി വെബ്സൈറ്റാണ് www പറ്റിക്കലിന്റെ വെബ്. അങ്ങനെ ഇത് ചെളിക്കുണ്ടെന്ന് പറയും നമ്മളിത്. ചില ചെളിക്കുണ്ടിലേക്ക് ഒരു കാല് വെച്ച് പിന്നെ അടുത്ത കാല് കുറേ താഴും, കയറിപ്പോരാൻ പറ്റിയില്ല. അത് ഒരു മനുഷ്യന്റെ അനുഭവമാണ്. എത്ര വലിയ പണക്കാരനാണെങ്കിലും രക്ഷപ്പെടാൻ പ്രയാസം, എത്രയോ പേര് തകർന്നു പോയിരിക്കും. നോക്കൂ, ഇപ്പൊ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉള്ളത് 3 സാധ്യതകളാണ്. ഒന്ന്, എന്തുകൊണ്ട് ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നതിൽ. ഒന്ന്, ഇദ്ദേഹത്തിന്റെ വിദേശത്തുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഊരിപ്പോരാൻ പറ്റാത്ത അവസ്ഥ. അവിടെയാണ് ആരാണ് അയാൾ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഇയാളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. മൂന്നാമത്തത്, കുടുംബപരമായിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം. ഇതിൽ സാറ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇദ്ദേഹം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. എൻ്റെ സമയം, അതായത് ആ രീതി റോയ്, കാരണം അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം കൃത്യം 9 പേജുള്ള ആത്മഹത്യാ കുറിപ്പാണെന്നാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഞാനൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണ്, ഇന്നതാണ് കാരണം, എന്നോട് ക്ഷമിക്കണം, എന്നോടൊപ്പം നിന്നവരെ സഹായിക്കണം, നിക്ഷേപകരെ വഞ്ചിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മാത്രമല്ല, കുറച്ച് അധികം നാളുകളായിട്ട് ഡിപ്രഷന്, മാനസിക സംഘർഷത്തിന് ഇയാൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ നിഹാൻസ് ആണെന്ന് പറയപ്പെടുന്നു, അറിയില്ല. അവിടെ ഡിപ്രഷനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മരുന്ന് കഴിച്ച ഇയാൾ ഈ 9 പേജുള്ള കത്തെഴുതുന്നുണ്ട്. ഒരു മനസ്സിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ഒരാൾക്ക് സ്വന്തം ആത്മഹത്യാക്കുറിപ്പ് ഇത്രയും വിശദമായിട്ട് എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കില്ല. ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് അല്ല, അതുപോലെ പെർസുവേഷൻ പുറത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. ഈ ഇങ്ങനത്തെ ഇൻഫ്ലുവൻസ് ഇയാളുടെ മേലുണ്ടായിരുന്നോ, അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇപ്പം വെറും നമുക്കൊന്ന് ഇത് ഇങ്ങനെ ഇൻഫ്ലുവൻസ് മൂലം സംഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇവിടെ സൈബർ ക്രൈം ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു ബന്ധുവിനെ അവിടെ നിന്ന് എടുത്ത് വിളിച്ച് പറയാം, ഞാൻ CBI ആണ്, മറ്റേതാണെന്ന്, എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരും, എൻ്റെ മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യണം, മകൻ്റെ പേര് കേസുണ്ട്, അതുകൊണ്ട് നീ അവിടെ നിന്ന് അനങ്ങരുതെന്ന് പറഞ്ഞാൽ അനങ്ങാതെ ഇരിക്കുന്ന കോളേജ് പ്രൊഫസർമാരും ഡോക്ടർമാരും വലിയ വലിയ പുള്ളികളുണ്ട്. ഇവിടെ വലിയെന്ന് പറഞ്ഞാൽ അത്ര ഒരു തീരാനുള്ളൂ അവിടെ. എന്നിട്ട് ചില ബാങ്ക് മാനേജറെ മുടുക്കൊണ്ട് കോടിക്കണക്കിന് രൂപയില്ലേ അങ്ങനെ കൊടുക്കുന്നത്. ചിലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഈ അറസ്റ്റിൽ പേടിച്ച് ആത്മഹത്യ ചെയ്തവരുണ്ട്. അത് ഇപ്പോൾ റോയി എത്ര ഇതിനൊക്കെ ധൈര്യം കാണിക്കണം. കാരണം റോയി ഈ ഫീൽഡിലുള്ളവനാണ്, ബിസിനസ്സുകാരൻ. റോയിയെ ഒരു ഡിജിറ്റൽ അറസ്റ്റിലാക്കി കൊന്നാലെന്നാരും പറയാൻ പറ്റും. അറസ്റ്റ് ചെയ്യുന്ന ആ മൂവ്മെൻറ്റ് അവിടെ നിന്ന് അനങ്ങിയില്ലവൻ. ഇവിടുത്തെ വരെയുള്ള ചരിത്രം ഏതെങ്കിലും 100 കണക്കിന് പോസിബിലിറ്റി തുറന്നിട്ടിട്ടാണ് റോയി ഇവിടുന്ന് അങ്ങ് പോയിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ആളുകൾ, ഇമാജിനേഷൻ ശേഷി ഇല്ലാത്ത കുറേ അധികം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവര് ഈ പറയുന്ന പറയുന്നത് മുഴുവൻ വ്യാജ കഥകളാണ്, മഞ്ഞയാണ് എന്നൊക്കെ അവർ പറയും. പക്ഷേ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളാണ് മുമ്പിലുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരും ഇത്തരം സാധ്യതകളിലൂടെയാണ് സത്യത്തിലേക്ക്. അല്ല, അവരൊന്നും ഓർക്കേണ്ടത്, ഇങ്ങനെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കണ്ടെത്തുന്ന തെളിവ് വെച്ച് പോലീസ് എന്തിൻ്റെങ്കിലും പുറകെ പോയാൽ എന്തെളുപ്പമാണ് കേസൊക്കെ. ഒരാഴ്ച കൊണ്ട് കേസ് കഴിക്കാൻ റോയിയുടെ കാതകനെ പിടിച്ചിരിക്കുന്നു കോടതി എന്ന് പറയാനുള്ളേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ വിവിധ വശങ്ങൾ അന്വേഷിച്ചേ പറയാൻ പറ്റുള്ളൂ. അതാണ് നമ്മളും പറയുന്നത്. പിന്നെ ഇപ്പോൾ 5 കിലോയുടെ കട്ടി കൊണ്ടാണ് കൊന്നതെന്നുള്ള തെളിവ് കൊണ്ട് കൊടുക്കുമ്പോൾ 5 കിലോയുടെ വെയിറ്റുള്ള സാധനം, ഇരുമ്പ്
ഉരുക്കിൻ്റെ അല്ലെങ്കിൽ എന്തും കൊണ്ട് ഇടിച്ചാണ് കൊല്ലുന്നതെന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് വരും 3 കിലോയുടെ കൊണ്ട് ഇടിച്ചാൽ ചാകുമായിരുന്നോ, 3 കിലോ കൊണ്ടും കൊല്ലാൻ. അങ്ങനെ പല സാധ്യതകൾ പരീക്ഷിച്ചാണ് അവസാനം ഫൈനൽ പരമ അപ്രിയ സത്യങ്ങളിലേക്ക് അല്ലെ കുറ്റവാളികളിലേക്ക് എത്തുന്നത്. അങ്ങനെ പലതും സത്യത്തിന് സാധ്യതകളാണ് അന്വേഷിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് ഇന്ന രീതിയിലാണ് കൊന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇന്ന രീതിയിലായിരിക്കാം അവിടെ നമ്മുടെ അന്വേഷണം തുടങ്ങുന്ന ആയിരിക്കാം, അങ്ങനെ നടന്നിരിക്കാം, അങ്ങനെ സംഭവിച്ചിരിക്കാം. ഇത്ര എത്ര എണ്ണം കൂട്ടിക്കഴിഞ്ഞിട്ടാണ് ഫൈനലായിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയാൻ പറ്റുന്നത്. ആരായിരുന്നു ആ ഇന്റർനെറ്റ് കോളിന് പുറകിൽ അങ്ങേ തലക്കലുണ്ടായിരുന്നത്? ആരാണ് ഇപ്പൊ IP അഡ്രസ് അടക്കം കളക്ട് ചെയ്തിട്ട് ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന IP അഡ്രസ് കണ്ടെത്തുക. ഇനി ഇന്റർപോളിന്റെ സഹായം തേടി ആരെവിടെയൊക്കെ വിളിച്ച് ഇന്റർപോളിന്റെ അടക്കം സഹായം തേടേണ്ടി വരും എങ്കിൽ മാത്രമേ അറിയാൻ പറ്റും. ഇന്റർപോളൊക്കെ ഇതിൽ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു വലിയ ഒരു കണ്ണിയുടെ ഭാഗമാണോ? ഇയാൾ തന്നെയാണ് ഇന്റർപോളിനെ നിയന്ത്രിക്കുന്നെങ്കിലും ഇവിടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? നമ്മൾ ഇതൊന്നും തമാശയായിട്ട് ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല എന്നേ ഇന്നലെ നമ്മൾ പറഞ്ഞു, ഒന്നും ചെയ്യാത്ത ഒന്നും അല്ലാത്ത എലോൺ മസ്ക് എന്ന് പറഞ്ഞ ആളിനെ പൂട്ടാൻ എഫ്എസ്ഐന് പറ്റിയോ? അങ്ങനെ ഏത് വലിയ വമ്പനെയും കുമ്പ് കൊത്തിക്കാനുള്ള കഴിവുള്ള അധോലോക സ്വഭാവമുള്ള അല്ലെ അധോലോക നേതാക്കന്മാരിവിടെ ഉണ്ട്. എത്ര രാജാക്കന്മാരെ കുമ്പ് കൊത്തിച്ചില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു റിപ്പോർട്ട് എന്തായിരുന്നു അറിയാം സാർ? കേരളത്തിലെയും കർണാടകത്തിലെയും അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളുടെയും പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാർ, സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റീസ്, തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ളവർ ഇവരടക്കം ഇവരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് റോയിലൂടെയാണ് എന്ന കാര്യമാണ്. അപ്പം റോയ് പിടിക്കപ്പെട്ടാൽ ആരൊക്കെ പിടിക്കപ്പെടും? അതാണ് അവിടെ റോയ് പിടിക്കപ്പെട്ടാൽ ആരൊക്കെ പിടിക്കപ്പെടും? ഇവരൊക്കെ പിടിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? റോയ് ഇല്ലാതാണ്. ആ കണ്ണി അങ്ങ് ഇല്ലാതാക്കി, പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. റോയിൽ നിന്ന് താഴോട്ടും പോകാൻ പാടില്ല, പിന്നെ റോയിൽ നിന്ന് മുകളിലേക്കും പോകാൻ പാടില്ല. രണ്ടുമില്ല, ഇടയ്ക്കുന്നൊരു കഷ്ണം വലിച്ചൂരി എടുക്കുക. ഇതും സാധ്യതയാണ്. ഇതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. റോയി സ്വയം ആരെങ്കിലും വെടിവെച്ച് കൊന്നാണെന്നോ, റോയി കത്തിക്ക് കുത്തി മരിച്ചു. നമ്മുടെ എസ് കത്തിയുടെ അറിയാമല്ലോ ഇവിടെ മുത്തൂറ്റ്, അതുപോലെ തന്നെ വലിയ ഗ്രൂപ്പാണ് വരും. റോയിയേക്കാൾ അത്ര ഇല്ലെങ്കിൽ പോലും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഗ്രൂപ്പായിരുന്നു അവരൊക്കെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നത് മുത്തൂറ്റ് ഗ്രൂപ്പ്. അവിടെ എന്താ സംഭവിച്ചത്? എസ് കത്തി കൊണ്ട് കുത്തി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് സാധ്യതകളാണ് പിന്നെ അന്വേഷിക്കുന്നത്. പടമൊക്കെ വരച്ച് വെച്ച് ഞാൻ സാറടുത്ത് ഒരിക്കൽ കൂടി ചോദിക്കുന്നത്, ഇതിലിപ്പം നമുക്കറിയാൻ കഴിയുന്ന ചില സോഴ്സുകളിൽ നിന്ന് റോ ഇന്റലിജൻസ് ബ്യൂറോ, അതായത് നമ്മുടെ അഭിമാനമായിട്ടുള്ള ഇന്ത്യയുടെ ദേശീയ സുരക്ഷാന്വേഷണ സംഘം വിങ് റോയ്ക്ക് പിന്നാലെ കുറെ നാളുകളായിട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇയാൾക്ക് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പം ഒരു കാരണവശാലും ഇനി എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി തൻ്റെ പക്കലില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടായ ഘട്ടത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നൊരു എന്താ പറയുക, ഒരു തിയറി കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത കൂടി. ഇനി ഒരു കാര്യങ്ങളെ കൊണ്ട് പറയാം. കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പല പ്രാവശ്യം വന്നു പോകുന്നു. മോഡി എത്ര പ്രാവശ്യം വന്നിട്ടുള്ളൂ. കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പോകുന്നു. ഏറ്റവും അവസാനം അവിടെ റോക്കറ്റ് പൊളിഞ്ഞു എന്നും പറഞ്ഞ് മറ്റേ പുള്ളി അന്വേഷിക്കാൻ വന്നു. അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റി ഏജൻസികളിൽ പല കാരണങ്ങൾ പറഞ്ഞ് കേരളത്തിലും തിരുവനന്തപുരത്തും കറങ്ങുന്നുണ്ട്. അതെ, അജിത് ഡോവലൊക്കെയാണ് കേരളത്തിൽ നിസ്സാരപ്പെട്ട ഒരാളല്ല. ഈ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ തകർച്ചയ്ക്ക് പങ്കുണ്ടോ? ഈ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിലുണ്ടായിരിക്കുന്ന PSLVയുടെ തകർച്ചയ്ക്ക് റോയ്ക്ക് പങ്കുണ്ടോ? അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അജിത് ഡോവൽ അന്വേഷിക്കാനായിട്ട് നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ അജിത് ഡോവൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാ പറയുന്നത്. അതിനു വേണ്ടി വന്നെന്നാ പറയുന്നത്. അത് മാത്രമാണോ കാര്യം? അത് മാത്രമായിരിക്കുമോ കാര്യം? ഇത് പലരുടെ ഉറക്കം കെടുത്തി. എന്തായാലും റോയ്, CJ റോയ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ, ഒരു നിസ്സാരപ്പെട്ട ആളല്ല. ഒരു ചെറിയ മീനല്ല, നത്തോലി ഒരു ചെറിയ മീനല്ല എന്നൊക്കെ പറയുന്ന പോലെ CJ റോയ് ഒരു നിസ്സാരപ്പെട്ട ആളല്ല. ആരാണ് അയാൾ എന്നതാണ് ഇപ്പം നമ്മളാണ് ഈ ചോദ്യം ഏറ്റവും ആദ്യം ഉന്നയിച്ചത്. ഇപ്പൊ മുഖ്യധാര മാധ്യമങ്ങൾ മൊത്തം ചോദിക്കുന്നു അജ്ഞാതനാര് എന്ന്. അപ്പോൾ ഒരാളുണ്ട്. ആരാണ് അയാൾ? ഈ ഇന്റർനെറ്റ് കോൾ അടക്കം എന്തിന് ഇയാൾ ഇന്റർനെറ്റ് കോൾ ചെയ്യുന്നു? ഇയാൾക്കൊരു സാധാരണ കോൾ ചെയ്തു, ഇദ്ദേഹത്തിന് ഒരു സാധാരണ കോൾ ചെയ്താൽ പോരെ? നമ്മളെല്ലാവരും സാധാരണ കോളല്ലേ ചെയ്യുന്നത്.
അല്ലെങ്കിൽ മറ്റു പലരും സാധാരണ കോളല്ല ചെയ്യുന്നത്. ഇയാൾ എന്തുകൊണ്ട് സാധാരണ കോൾ ചെയ്യാതെ ഇന്റർനെറ്റ് കോൾ, അതായത് ആരാണ് വിളിക്കുന്നത് എന്ന് അറിയാത്തത്, നമ്പർ വ്യക്തമാക്കാത്ത ദുരൂഹമായിട്ടുള്ള ഇന്റർനെറ്റ് കോൾ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പല തവണ റോയ് എന്തിനു ചെയ്തു? ആരായിരുന്നു അപ്പുറത്തിരിക്കുന്നത്? അപ്പുറത്തിരിക്കുന്ന ചിലപ്പോൾ ഉണ്ടല്ലോ, അദ്ദേഹം റോയി താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത സ്ട്രീറ്റിൽ താമസിക്കുന്ന, അല്ലെ തിരുവനന്തപുരത്തോ അടുത്ത് താമസിക്കുന്ന, അല്ലെ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഇയാൾ. പറഞ്ഞ മനസ്സിലായി ആരുമാകും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ആയതിനെ കത്ത് ഉടനെ അന്വേഷിക്കണം. അവിടെ കർണാടകത്തിലെ ഗവൺമെൻറ്റാണിത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇവിടെ നമ്മുടെ ഇവിടുത്തെ SIT പോലെ അന്വേഷണ സംഘത്തെ നിയമിക്കുകയത്. അപ്പോൾ ഇവരെല്ലാം കൂടെ എവിടെയാണ് തപ്പിത്തടയാൻ പോകുന്നത്? കേരളത്തിൽ ശബരിമല കൊള്ളയിലുണ്ടായി അതും റോയിയായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ കാത്തിരുന്ന് കാണാം. അല്ല, അങ്ങനെയാകുമ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കാതെ, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോയിയുടെ ഈ ഒരു ആത്മഹത്യയിൽ ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു, ഞെട്ടിപ്പിച്ചതായിരുന്നു വളരെയധികം. അല്ല, ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ബിസിനസ് തകർച്ചയെക്കുറിച്ചോ അവരുടെ മറ്റ് ഡീലിങ്സിൽ പ്രശ്നങ്ങളുള്ളതായിട്ടോ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിച്ചതായിട്ടോ പറ്റിക്കാൻ പോകുന്നതായിട്ടോ ഇവർ ഫിനാൻഷ്യൽ സ്ട്രെയിനിലാണ് ഈ കമ്പനി എന്നോ ആ രീതിയിലുള്ള യാതൊരു വാർത്തകളും വന്നില്ല. വെൽ റൺ കമ്പനി എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന. അല്ല, ഇയാളുടെ ഈ ഒരു ആത്മഹത്യയിൽ നമുക്ക് ശരിക്കും ദുഃഖമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമുണ്ട്. പ്രത്യേകിച്ച് ആ അമ്മയുടെ കരച്ചിലൊക്കെ ഉണ്ടല്ലോ, ഈ റോയുടെ അമ്മയുടെ. കാരണം അവരിലൂടെയാണ്, അവർക്ക് ഈ റിയൽ എസ്റ്റേറ്റിലൂടെയാണ് വന്നത്. അപ്പം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള മരണ ഇതിലൊക്കെ ദുഃഖമുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ദുഃഖമുണ്ട്. പക്ഷേ ഇയാള് ആളുകളെ മുഴുവൻ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഉണ്ടാവുന്ന ചോദ്യം. അതുകൊണ്ട് റോയ് മഹത്വവൽക്കരിക്കപ്പെടേണ്ട ആളാണോ? രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്പൂതിരിയെ പറ്റിച്ചിട്ടാണ് തന്റെ ബിസിനസ് സാമ്രാജ്യം റോയ് കെട്ടിപ്പടുക്കിയതെങ്കിൽ, പണം മാഫിയായിട്ട് റോയ്ക്ക് ബന്ധമുണ്ടായിരുന്നെങ്കിൽ റോയ് ഡിസേർവ്സ് എ നാച്ചുറൽ പണിഷ്മെന്റ്. അതെ, റോയ് മഹത്വവൽക്കരിക്കപ്പെടേണ്ട ആളായിരുന്നോ? അല്ല, നോ, അബ്സല്യൂട്ട് നോ. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അബ്സല്യൂട്ട് നോ ആണ്. അപ്പൊ ശരിക്കും ആരാണ് അയാൾ എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ചോദ്യമായിട്ട് നമുക്ക് ഇതുപോലത്തെ ഇന്റർപോളിനെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞു. ഇന്റർപോളിലേക്ക് അടക്കം ഈ വിഷയം പോകുമോ? ഇനി ഉറപ്പായിട്ടും പോകും, ഉറപ്പായിട്ടും പോകും. കാണാം.